ആലപ്പുഴ മാവേലിക്കര ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതി. തൃക്കുന്നപ്പുഴ സ്വദേശി ധന്യ മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകി. ഞാൻ 12 മണിയായപ്പോൾ ഞാൻ കിടന്ന് വെള്ളം വെച്ച് ഞങ്ങൾക്ക് കൊച്ചിനെ കാണുന്നതൊക്കെ എന്താ ഇതിൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ ഞാൻ ഡോറിൻ്റെ അവിടെ ചെന്ന് വെള്ളം വെച്ചപ്പോൾ അവരെന്നെ അകത്ത് വെച്ചു. ഞാൻ ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ ഡോക്ടർ? ഇങ്ങനെ തന്നെ വെച്ചു. എൻ്റെ കുഞ്ഞ് പോയോ ഡോക്ടർ? എന്തോ അച്ഛൻ എന്തോ പറയുന്നു. എപ്പോഴേ പണി കഴിഞ്ഞിരിക്കും. ഇത്ര ഡോക്ടർ വന്ന് വിവരം പറയുന്നു. ഡോക്ടർ വന്നപ്പം എന്നോട് പറഞ്ഞ് ഇന്നവരൊക്കെയാണ് ഞങ്ങളാകുന്നതിൻ്റെ പരമായി വീട്ടിൽ ഞരമ്പ് കട്ടായി. ചികിത്സാ പിഴവില്ലെന്നും ഹൃദയാഘാതമാണ് മരണകാരണമെന്നും മാവേലിക്കര VSM ആശുപത്രിയിൽ നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഇത്തരത്തിൽ കുടുംബം അതൊരു ചികിത്സാ പിഴവെന്ന് ആരോപിക്കുന്നു. എന്നാൽ ആശുപത്രി വിശദീകരിക്കുന്നത് അതിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല. സർജറിക്കിടെ വന്ന ഹൃദയാഘാതം അതാണ് മരണത്തിന് കാരണമെന്നാണല്ലോ VSM ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു സംശയം തോന്നാനുള്ള കാരണം എന്താണ്? എന്ത് സർജറിയാണ് നടന്നിരുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ ഈ രോഗിക്ക് നൽകിയിട്ടുണ്ട് ഇതുവരെ? ക്രിസ്റ്റീന, കഴിഞ്ഞ കുറേ നാളുകളായി VSM ആശുപത്രിയിലെ ചികിത്സയാണ് ഈ ധന്യയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നത്. 39 വയസ്സുകാരിയാണ്. അതിനിടെ 6 മാസം മുമ്പ് ഗർഭാശയം നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം വൃക്കയിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ഇന്ന് രാവിലെ നടത്തിയത്. ലാപ്രോസ്കോപ്പിക് സർജറി ആയിരുന്നു. ആ സർജറിക്കിടെ ആണ് മരണമുണ്ടായത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. അത് ചികിത്സാ പിഴവാണ് എന്നുള്ള ഒരു പരാതിയാണ് നിലവിൽ കുടുംബം പോലീസിൽ നൽകിയിരിക്കുന്നത്. അതിന് അവർ പറയുന്ന ചില കാരണങ്ങളുണ്ട്. കീഹോൾ സർജറിക്കുള്ള അനുമതി പത്രമാണ് ബന്ധുക്കൾ ഒപ്പിട്ട് നൽകിയിരുന്നത്. ആശുപത്രി അധികൃതർ അതാണ് ഇവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിരുന്നത്. പക്ഷേ ഓപ്പൺ സർജറി ചെയ്തു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അത് ചികിത്സാ പിഴവാണ് എന്ന് അവർ വിശദീകരിക്കുന്നു. അതാണ് പരാതിയിലും പറയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ VSM ഹോസ്പിറ്റൽ ഇതിൽ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെയാണ് നടത്തിയത്. അത് കീഹോൾ സർജറി തന്നെയാണ് ആദ്യം നടത്തിയത്. പക്ഷേ ഈ സർജറിക്കിടെ കുടലിൽ ഒരു രക്തസ്രാവം ഉണ്ടാകുന്നു. അത് അതീവ സങ്കീർണമായ രക്തസ്രാവമായിരുന്നു. അത് പരിഹരിക്കാൻ കീഹോൾ സർജറിയിലൂടെ കഴിയില്ല. അതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യേണ്ടി വന്നു. ആ ഓപ്പൺ സർജറി ചെയ്ത് ഇത് പരിഹരിച്ചു. രക്തസ്രാവം പൂർണ്ണമായും ഇല്ലാതാക്കി സർജറി പൂർത്തിയാക്കി. അതിനുശേഷം ഒരു ഹൃദയാഘാതമുണ്ടായി എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. അതല്ലാതെ ചികിത്സാ പിഴവില്ല എന്നുള്ളതാണ് VSM ആശുപത്രിയുടെ വിശദീകരണം. പക്ഷേ ഇത് മുഖവിൽ അത് വിശ്വസിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. ഇതിൽ വിശദമായ അന്വേഷണം വേണം. ചികിത്സാ പിഴവുണ്ടായി എന്നുള്ളത് തന്നെയാണ് അവരുടെ പരാതി. നിലവിൽ ഈ മൃതദേഹവുമായി ആശുപത്രിയിൽ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മോർച്ചറി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊബൈൽ മോർച്ചറിയിൽ മൃതദേഹം ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് എത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും ആശുപത്രിയുടെ വിശദീകരണവും ബന്ധുക്കളുടെ വിശദീകരണവും പരാതിയുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലാണുള്ളത്. ക്രിസ്ത്യ, അശ്വിനി, ഹെർണിയ എന്ന് പറയുന്ന രോഗം അത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഉണ്ടാകാം. പല ഘട്ടങ്ങളിൽ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. നേരത്തെ തന്നെ സർജറിക്ക് വിധേയയായ ഒരു രോഗിയാണ്. അപ്പോൾ ബന്ധുക്കളുമായി ഈ ഇത്തരത്തിലുള്ള ആശയവിനിമയം, ഇപ്പോൾ ഒരു സർജറി നടത്തുന്നതിന് മുമ്പ് ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സർജറി തുടങ്ങുമ്പോൾ മറ്റേതെങ്കിലും സങ്കീർണത കണ്ടു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ സർജറിയിലേക്ക് മാറും എന്ന തരത്തിലൊക്കെയുള്ള ആശയവിനിമയം കൃത്യമായി സാധാരണ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് രോഗിയുടെ ബന്ധുക്കൾക്ക് നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ശസ്ത്രക്രിയയിൽ സംഭവിക്കാമായിരുന്ന ചില ഒരു സങ്കീർണതകളുണ്ടല്ലോ, അത് മുൻകൂട്ടി കാണാൻ ആശുപത്രിക്ക് കഴിഞ്ഞില്ലേ? അത് ഈ ബന്ധുക്കളെ അറിയിക്കാൻ അവർ പരാജയപ്പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചത്? കൃഷ്ണ, നിലവിൽ ആശുപത്രിയുടെ വിശദീകരണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ സങ്കീർണത മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ അത് എന്തൊക്കെ ഉണ്ടാകാം എന്നുള്ള സ്വാഭാവികമായ ഒരു നിരീക്ഷണം ഉണ്ടാകും. അത് ബന്ധുക്കളെ അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സാധാരണ ശസ്ത്രക്രിയ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളതാണ് പരാതി. ഒപ്പം ഈ അനുമതി പത്രത്തിൽ കീഹോൾ സർജറി നടത്തുന്നതിനുള്ള അനുമതി മാത്രമാണ് വാങ്ങിയിരുന്നത്. ആശുപത്രിയുടെ വിശദീകരണം അത് ഇപ്രകാരമാണ്. ഈ കീഹോൾ സർജറി നടത്തുന്നതിനിടെ കുടലിനും ഗർഭാശയ ഭാഗത്തിനും ഇടയിലായി ഒരു അഡസീവ്നെസ്, അതൊരു ഒട്ടിപ്പിടുത്തം കണ്ടിരുന്നു. അത് പരിഹരിക്കുന്നതിനിടെയാണ് രക്തസ്രാവം ഉണ്ടായത്. ആ രക്തസ്രാവം ഉണ്ടായത് അതീവ ഗുരുതരമായ രക്തസ്രാവമായിരുന്നു. വലിയ തോതിൽ രക്തം പോകുന്നുണ്ടായിരുന്നു. അത് ഈ കീഹോൾ സർജറിയിലൂടെ അത് പരിഹരിക്കാൻ ആവാത്ത സാഹചര്യത്തിലാണ് ഒരു ഓപ്പൺ സർജറിയിലേക്ക് നീങ്ങിയത്. പക്ഷേ ഈ ഓപ്പൺ സർജറി നടത്തുന്ന കാര്യം അത് പൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ ധന്യയുടെ മരണം സംഭവിക്കുന്നത് വരെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയില്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രിയുടെ ഭാഗത്ത് ഒരു തെറ്റായി പ്രഥമദൃഷ്ട്യാ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പക്ഷേ മരണം കാർഡിയാക് അറസ്റ്റ് മൂലമാണ് എന്നുള്ള വിശദീകരണം ആശുപത്രി നൽകുന്നുണ്ട്. അത് ചികിത്സാ പിഴവ്
ശരീരവുമായി ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിലുമൊപ്പം പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതായത് ഈ രക്തസ്രാവം പരിഹരിച്ച് ഓപ്പൺ സർജറി ചെയ്ത ഭാഗം തുന്നിക്കെട്ടി അതിനുശേഷം ആണ് മരണമുണ്ടായത്, കാർഡിയാക് അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളതാണ് ആശുപത്രിയുടെ വിശദീകരണം. എന്തായാലും അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് പരിശോധനയിലൂടെയാണ് കണ്ടെത്തേണ്ടത്. നിലവിൽ വലിയ പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റമടക്കം മോശമായ രീതിയിലാണ് എന്നുള്ളതാണ് ഈ ധന്യയുടെ അച്ഛൻ ശശി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിയമ സാധാരണയായി ഈ പറയുന്ന സ്കാനിംഗ് ഒക്കെ നടത്തുമ്പോൾ അതിൽ സങ്കീർണത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അതൊരു കീഹോൾ സർജറി അല്ലെങ്കിൽ താക്കോൽ ദ്വാര സർജറി ആണെങ്കിൽ പോലും അത് തുടങ്ങിക്കഴിയുമ്പോൾ സങ്കീർണതകൾ കണ്ടെത്താൻ സാധിക്കാറുണ്ട് ചില കേസുകളിൽ. അപ്പോൾ ഓപ്പൺ സർജറിയിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇതൊക്കെ കൃത്യമായി ശസ്ത്രക്രിയയ്ക്ക് മുൻപ് തന്നെ സാധാരണ രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അറിയിച്ചിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അശ്വിൻ പാലാടിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.